ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മാനസയെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരങ്ങനെ സംസാരിച്ച് കൂടുതൽ അടുക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ ഫ്രണ്ട്സ് ആവാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. രാഹുൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ എങ്ങനെയാ ഇനി ഇതുപോലെ നമ്മൾ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ വേണ്ടേ എന്നങ്ങനെ ചോദിക്കുമ്പോൾ മാനസ അങ്ങനെ വേണമെങ്കിൽ ആവാമെന്ന് പറയാണ്. അങ്ങനെ രാഹുൽ മാനസയുടെ നമ്പർ ചോദിക്കുകയാണ്. തന്നെ വിളിച്ച് ശല്യപ്പെടുത്തൊന്നുമില്ല, അതിനുള്ള സമയമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ മാനസ തന്റെ നമ്പർ രാഹുലിന് കൊടുക്കുന്നുണ്ട്. രാഹുൽ അപ്പം തന്നെ രാഹുലിന്റെ നമ്പറും മാനസയ്ക്ക് കൊടുക്കുകയാണ്. ശരി, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് വൈകിട്ട് ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്, താൻ വരണോ? സിറ്റിയിൽ വെച്ചിട്ടാണ്, ഹോട്ടൽ മെറിറ്റിൽ. നല്ല ആംബിയൻസ് ആണ് അവിടെ, താനും കൂടി വരണോ എന്ന് രാഹുൽ അങ്ങനെ ചോദിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ താൻ എന്നെ വിളിക്കണം എന്ന് അങ്ങനെ രാഹുൽ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നോക്കട്ടെ, ആലോചിച്ചിട്ട് വിളിക്കാം. ഇരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തന്നെ വിളിക്കാമെന്ന് മാനസ അങ്ങനെ പറയാണ്. എങ്കിൽ ശരി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാഹുൽ അങ്ങനെ മാനസയോട് സംസാരിച്ച് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. മാനസയാണെങ്കിൽ രാഹുലിനെ തൻ്റെ വലയിൽ കുടുക്കിയതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് കൺമണിയോട് ധനലക്ഷ്മി, നീയും അച്ഛനും എന്താണ് ഒളിപ്പിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ആ രഹസ്യം എന്താണ്? ഇന്ന് രാവിലെ നിങ്ങൾ പലതും ഒളിപ്പിച്ചു വെച്ച് പോയപ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് കാര്യമെന്ന് ധനലക്ഷ്മി അങ്ങനെ ചോദിക്കുകയാണ്. കൺമണിയാണെങ്കിൽ ഒറ്റയൊന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയാണ്. അമ്മായിമാരും കൃഷും അതുപോലെ തന്നെ ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ വെച്ചൊരു വഴക്കുണ്ടാക്കണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട്, പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ കണ്ടോളൂ, പക്ഷേ കൂടുതൽ ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ എല്ലാവരും തന്നെ ശ്രീനിവാസനെ കാണാനായി പോവുകയാണ്. പിന്നീട് കൺമണി അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ എന്ത് സംഭവിച്ച്, എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അച്ഛൻ ചത്തിട്ടില്ലാലേ മോളെ, ചത്താ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സുലോചനമായി പറയുന്നുണ്ട്, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആരാണ് ഏട്ടനെ ദ്രോഹിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷപ്പ പറയുന്നുണ്ട്, അച്ഛ സംഭവിച്ചത് എന്താണെങ്കിലും പറയേ, എങ്കിലല്ലേ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഇനിയൊരു കാര്യവുമില്ല മോനെ, പോവേണ്ടതെല്ലാം പോയി എന്നങ്ങനെ പറയുമ്പോൾ ധനലക്ഷ്മി സംശയം തോന്നി ചോദിക്കുന്നുണ്ട്, എന്തു പോയെന്ന് അച്ഛൻ പറയുന്നത്? അച്ഛൻ ആരാ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശാന്തമായി പറയുന്നുണ്ട്, ധനലക്ഷ്മി ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, ഏട്ടനധികം സംസാരിപ്പിക്കണ്ട എന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് ശാന്തമായി അങ്ങനെ ധനലക്ഷ്മിയോട് പറയാണ്. ശ്രീനിവാസൻ പിന്നീട് കൺമണിയോട് പറയുന്നുണ്ട്, മോളെ നീ എന്നോട് ക്ഷമിക്കേ എന്നങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. പിന്നീട് ഡോക്ടറും പോലീസുകാരും സംസാരിക്കുന്നുണ്ട്. ഡോക്ടറോട് പോലീസുകാരെ ഇപ്പം എങ്ങനെയുണ്ട് ശ്രീനിവാസൻ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല. അദ്ദേഹത്തോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമം നടത്തിയിരുന്നു, പക്ഷേ അയാൾ നിശബ്ദനാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ, പക്ഷേ പോലീസ് രീതിയിലുള്ള ചോദ്യം ചെയ്യലൊന്നും വേണ്ട എന്ന് ഡോക്ടർ അങ്ങനെ പോലീസിനോട് പറയാണ്. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് പോലീസുകാരങ്ങനെ ശ്രീനിവാസനെ കാണാനായി പോവുകയാണ്. പിന്നീട് ശ്രീനിവാസനോട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ചുറ്റുമുള്ള എല്ലാവരെയും ശ്രീനിവാസൻ അങ്ങനെ ഭയത്തോടെ നോക്കുന്ന സമയത്ത് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ശ്രീനിവാസൻ പോലീസുകാരനോട് പറയുന്നുണ്ട്. എത്ര രൂപയായിരുന്നു നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് പോലീസുകാരൻ അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, 20 ലക്ഷം രൂപ എന്ന്. ഇത്രയും ക്യാഷ് നിങ്ങൾക്ക് എവിടെ നിന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഫിനാൻസ് ഓഫീസിൽ നിന്നും ലോൺ എടുത്തതാണെന്നും 20 ലക്ഷം രൂപയുണ്ടായിരുന്നുവെന്നൊക്കെ ശ്രീനിവാസൻ അങ്ങനെ പറയുന്നതും എല്ലാവരും തന്നെ ഇത് കേട്ട് ആകെ ഷോക്കാവുകയാണ്. വീണ്ടും ശ്രീനിവാസൻ പറയുന്നുണ്ട്, ആ ക്യാഷ് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം സാറേ, ആ ക്യാഷ് എൻ്റെ കുടുംബം പണയം വെച്ചതാണെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങൾ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ധനലക്ഷ്മിയുടെ ദേഷ്യം കണ്ട് കൺമണി പറയുന്നുണ്ട്, അച്ഛനോട് ആരൊന്നും ഇപ്പോൾ സംസാരിക്കരുത് എന്നങ്ങനെ പറയുന്നതും ധനലക്ഷ്മി പറയുന്നുണ്ട്, ആ അച്ഛനിപ്പോൾ കിടക്കട്ടെ, പക്ഷേ ചോദിക്കേണ്ടതെല്ലാം ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞ് ധനലക്ഷ്മി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വരുണും കൂട്ടുകാരും ശ്രീനിവാസന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച 20 ലക്ഷം രൂപ അതുമായി മാനസയെ കാണാനായി പോവുകയാണ്. ഈ കാര്യം നിങ്ങൾ ഭംഗിയായി ചെയ്തു എന്ന് മാനസ അങ്ങനെ പറയുന്നുണ്ട്. വരുണപ്പ് ചോദിക്കുന്നുണ്ട്, ഈ ക്യാഷിന് എന്ത് ചെയ്യണമെന്ന്. മാനസപ്പ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഈ ക്യാഷ് വേണ്ട, വരുൺ തന്നെ ഇത് വെച്ചോ, വരുണിന് പുതിയ കാറ് വാങ്ങണമെന്നല്ലേ പറഞ്ഞത്, അതിനുവേണ്ടി ഈ ക്യാഷ് ഉപയോഗിച്ചോളൂ എന്ന് പറയാണ്. വരുണപ്പ മാനസയോട് പറയുന്നുണ്ട്, ഈ ക്യാഷ് കൊണ്ട് മാത്രം നമുക്ക് കൃഷിനെ തകർക്കാൻ കഴിയില്ലല്ലോ, രാഹുലല്ലേ അവന് വേണ്ടി ക്യാഷ് ഇറക്കുന്നത്, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്,
അതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. അതിനുള്ള ആയുധമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് വരുൺ പേടിക്കണ്ട. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ആ ഫിനാൻസ് ഓഫീസിലെ മാനേജർ. അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കൺമണിക്കും കൺമണിയുടെ അച്ഛനുമെതിരെ നമുക്ക് തിരിയാം. പിന്നീട് കൺമണിക്കോ കൃഷിനോ യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാവില്ല. ഇതോടെ എന്തായാലും അവർ തകർന്നു പോകും എന്ന് അങ്ങനെ മാനസ വരുണിനോട് പറയാണ്. ഇതെല്ലാം കേൾക്കുന്നതും വരുണിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീട് വീട്ടിലിരുന്നുകൊണ്ട് സാഗർ കൃഷിനെ വിളിച്ച് ശ്രീനിവാസിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. നീ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് സാഗർ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. കൃപ എന്തായി അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. സാഗറും കൃപയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപ അപ്പം പറയുന്നുണ്ട്, അച്ഛാ, ശ്രീനിവാസൻ അങ്കിളിന് യാതൊരു തരത്തിലുള്ള ശത്രുക്കളുമില്ല. പിന്നെ ശത്രു ഉള്ളത് കൺമണിക്കാണ്. കൺമണിയുടെ ശത്രു എന്ന് പറയുന്നത് മാനസിയാണ്. അപ്പം ഇതിന് പിന്നിലെല്ലാം മാനസിയായിരിക്കില്ലേ എന്നങ്ങനെ കൃപ വ്യക്തമായി പറയുന്നതും സാഗർ പറയുന്നുണ്ട്, ആയിരിക്കാം മോളെ. പക്ഷേ ഇന്നത്തെ കാലത്ത് 1000-2000 രൂപ കയ്യിൽ വെച്ചാൽ പോലും തട്ടിപ്പറിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നടങ്കം മാനസിയെ സംശയിക്കാൻ കഴിയില്ലല്ലോ എന്നല്ല സാഗർ അങ്ങനെ കൃപയോട് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുജു വരുന്നുണ്ട്. സുജു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി സാഗർ എന്ന്. സാഗർ അപ്പോൾ സുജുവിനോടും കാര്യങ്ങളെല്ലാം പറയാണ്. സുജു എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്കും അവരെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അതെ, എല്ലാവരും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും കൃഷിനോട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ആ ക്യാഷ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, ആ ധനലക്ഷ്മി അവൾ എന്തായാലും ഇനി വെറുതെ ഇരിക്കില്ലെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അത് ശരിയാണ്, അവൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. കൺമണിയുടെയും അവളുടെയും കുടുംബ കാര്യങ്ങളാണിത്. അതുകൊണ്ട് കൃഷിനോട് സംസാരിക്കുമ്പോഴെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് സാഗർ അങ്ങനെ പറയാണ്. പിന്നീട് ആ ക്യാഷ് എന്തിനു വേണ്ടി എടുത്തതാണെന്ന് കൺമണി അങ്ങനെ കൃഷിനോട് പറയുകയാണ്. അതറിഞ്ഞ് കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിയാവുന്നതല്ലേ? പിന്നെയും എന്തിനാണ് എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ക്യാഷ് എടുത്തത്? ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് കൃഷി അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ, ഞാൻ ഒരുപാട് തവണ സാറിനോട് പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അച്ഛൻ എന്നെ വിലക്കി. സാറ് പറയണ്ട എന്ന് പറഞ്ഞു, നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നതെന്ന് കൺമണി അങ്ങനെ കൃഷിനോട് പറയുകയാണ്. അങ്ങനെ കൃഷി കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ശരി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അതാലോചിച്ച് താൻ ടെൻഷൻ ആവണ്ട. നീ ആദ്യം നമ്മളൊന്ന് സെറ്റ് ആവട്ടെ. കുറച്ചായിട്ട് മാസം ലോൺ അടച്ചു തീർത്താൽ മതിയല്ലോ. നമുക്ക് അതിനുള്ള വഴി നോക്കാം. ആദ്യം എന്തായാലും നമുക്കൊന്ന് പോയി അച്ഛനെ സമാധാനിപ്പിക്കാമെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് വരണ്ട. ആദ്യം ഞാനൊന്ന് അമ്മായിമാരോടും ഏട്ടത്തിമാരോടും സംസാരിക്കട്ടെ. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൺമണി അകത്തേക്ക് വരുന്നതും ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും മാറിയിരുന്നൊരു സംസാരം, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ധനലക്ഷ്മി അപ്പം പറയുന്നുണ്ട്, ഇത്രയും നാളും അച്ഛനും മോളും കൂടി രഹസ്യം പറഞ്ഞില്ലേ, അതിന്റെ ഫലമാണ് ഈ കിടക്കുന്നത്. അച്ഛനോട് ഞാനന്ന് ആധാരം ചോദിച്ചതല്ലേ, അപ്പം അച്ഛന് തരാൻ കഴിഞ്ഞില്ല. ആരും അറിയാതെ ക്യാഷ് എടുത്ത് ആളാവാൻ നോക്കിയതല്ലേ എന്നങ്ങനെ ധനലക്ഷ്മി പറയുന്നതും കൺമണി പറയുന്നുണ്ട്, ഏട്ടത്തി ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന്. ഇത് കേട്ട് ശാന്തമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അതെന്താ കൺമണി, നീ ധനലക്ഷ്മിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നത്? ഇവൾക്ക് പറയാനുള്ളതെല്ലാം ഇവൾ പറയട്ടെ. നമുക്കെല്ലാവർക്കും കുടുംബമാണ് നഷ്ടപ്പെട്ടത്. ഏട്ടനായിട്ട് ഒരുപാട് കെട്ടിക്കൂട്ടി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നത് ആ വീടല്ലേ, അതുകൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. കൃഷി ഒരു നല്ല ചെക്കനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളോട് 20 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ അവൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. സാർ ഒരു പാവം, നീ അതിനേക്കാൾ ഒരു പാവം കൺമണി. ഈ കിടക്കുന്ന ഏട്ടനാണെങ്കിൽ പാവങ്ങളുടെ പാവമാണല്ലോ. പക്ഷേ വീട് കയ്യിൽ നിന്ന് പോയില്ലേ എന്ന് ശാന്തമായി അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. വീട് നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാമെന്ന് കൺമണി ഇങ്ങനെ പറയുമ്പോൾ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എങ്ങനെ തിരിച്ചു പിടിക്കാനാണ് കൺമണി? നീ ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കോ? അതിന് നിനക്ക് ഇവിടെ ജോലി ഇരിക്കുന്നു. ഇനിയിപ്പോൾ നിനക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എന്ന് ധനലക്ഷ്മി അങ്ങനെ ചോദിക്കുകയാണ്. ശ്രീനിവാസനപ്പോൾ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ആരും കുറ്റപ്പെടുത്തരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നങ്ങനെ പറയാണ്. ശാന്തമായി അപ്പോൾ പറയുന്നുണ്ട്, ഇതിന് അബദ്ധമെന്നല്ല ഏട്ടാ പറയേണ്ടത്, അഹങ്കാരം എന്നാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സമയത്തെങ്കിലും ഏട്ടന് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ
എന്നങ്ങനെ ശാന്തമായി ചോദിക്കുകയാണ് സുലോചനമായി. അപ്പോൾ ശാന്തമ്മയോട് പറയുന്നുണ്ട്, മിണ്ടാതിരിക്ക് ചേച്ചി, ഇനി ആരും ഏട്ടനെ കുറ്റപ്പെടുത്തണ്ട എന്നങ്ങനെ പറയാണ്. ധനലക്ഷ്മി അപ്പം പറയുന്നുണ്ട്, ഇതേ മനോജേട്ടൻ വന്നാൽ മനോജേട്ടനെ നിങ്ങൾ രണ്ടുപേരും കൂടി വായടപ്പിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം ഞാൻ ചോദിച്ചിരിക്കും. കടം തീർത്ത് എത്രയും പെട്ടെന്ന് ആധാരം തിരിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കണം. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്, എനിക്കിവിടെ കാവൽ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ധനലക്ഷ്മി പോവാനായി നിൽക്കുകയാണ്. ശാന്തമായി അപ്പം പറയുന്നുണ്ട്, ധനലക്ഷ്മി ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. ഏട്ടന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, ഏട്ടൻ എന്തായാലും വീട്ടിലേക്ക് വാ, ബാക്കിയെല്ലാം അവിടെ വെച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് ശാന്തമായും ധനലക്ഷ്മിയും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സുലോചനമായി കൺമണിയോട് അങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ കൺമണി, ശാന്തേച്ചിയുടെ സ്വഭാവം കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ കുടുംബത്തോടുള്ള സ്നേഹം, ഇത്രയൊക്കെ ഉള്ളൂ ഏട്ടനോടുള്ള ബഹുമാനവുമെന്ന് സുലോചനമായി അങ്ങനെ സങ്കടത്തോടെ പറയുകയാണ്. കൺമണിയാണെങ്കിൽ തൻ്റെ അച്ഛനെ നോക്കി കരഞ്ഞുകൊണ്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.